കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്ട്രെസ് റിലീഫിനായി കുറച്ച് യോഗ പ്രാക്ടീസസ് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾക്ക് അവ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പശ്ചിമോത്താനാസൻ, അർദ്ധമത്സ്യേന്ദ്രാസൻ, ശീതളാസൻ, സർവാംഗാസൻ, ശവാസൻ, ടമി ബ്രീത്തിങ്, ഓം ചാൻറ്റിങ്. ആദ്യമായി പശ്ചിമോത്താനാസൻ. ഇതിൽ കാലുകൾ നേരെ നിവർത്തി വയ്ക്കുക. അതിനുശേഷം കൈകൾ എൽബോ താഴെ, ഷോൾഡറിൻ്റെ നേരെ താഴെയായിട്ടും കൈകൾ മുകളിലേക്കും വയ്ക്കുക. ഒരു ബിഗിനർ സ്റ്റേജിൽ ഈ രീതിയിൽ ഡൈനമിക് ആയിട്ട് ചെയ്യാം, അതായത് മൂവ്മെൻറ്റോടുകൂടെ ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ടേക്ക് വലിയുന്നു. 1 2 3. ദെൻ ശ്വാസം പുറത്ത് തള്ളിക്കൊണ്ട് മുമ്പോട്ടേക്ക് 1 2 നട്ടിൽ നിവൃത്തി കൊണ്ട് 3. ഇത് കുറേ റൗണ്ട്സ് ചെയ്യുന്ന തന്നെ ധാരാളമായിരിക്കും പശ്ചിമോത്താനാസൻ പ്രാക്ടീസ് ചെയ്യാൻ. അത് കഴിഞ്ഞ് നിങ്ങൾ അഡ്വാൻസ് ലെവലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹോൾഡ് യുവർ ഫീറ്റ്, ബൗ യുവർ ഹെഡ് ഡൗൺ. അത് കഴിഞ്ഞ് അർദ്ധമത്സ്യേന്ദ്രാസൻ. ഇത് നിങ്ങൾ കാലുകൾ നീട്ടി തന്നെ വയ്ക്കുക ആദ്യം. അത് കഴിഞ്ഞ് വലതേ കാലെടുത്ത് ഇടത്തെ കാലിൻ്റെ അടുത്ത വശത്തേക്ക് പാദങ്ങൾ താഴ്ത്തി തന്നെ വയ്ക്കുക. അത് കഴിഞ്ഞ് ഇടത്തെ കാല് മടക്കി പുറകിലോട്ട് വയ്ക്കുക. ഇനി ഏത് കാലാണോ മുകളിൽ ആ കാലിൻ്റെ അടുത്തേക്കാണ് നമ്മൾ സ്പൈനിനെ ട്വിസ്റ്റ് ചെയ്യുക. സോ അതേ വശത്തേക്ക് തിരിയുക. എന്നിട്ട് ഇതുപോലെ കാലിനെ പിടിച്ചു വെച്ച് പുറകോട്ട് നോക്കിയാലും മതി. ബിഗിനർ സ്റ്റേജസിൽ നിങ്ങൾക്കിതിനും പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടത്തെ കൈ ഈ മുട്ടിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിൽ കൂടെ എടുത്ത് വലതേ കാലിൻ്റെ വലത് വശത്ത് ജ്ഞാനമുദ്രയിൽ ഇങ്ങനെ പിടിച്ചു വയ്ക്കാം. അതേസമയം വലതേ കൈ പുറകിൽ വെച്ച് അതിനെ നട്ടലിനെ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് വളയാൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ എടുത്ത് മുട്ടിൻ്റെ മുകളിലും വയ്ക്കാം, വലത് ആങ്കിളിൻ്റെ മുകളിലും വയ്ക്കാം. ഇവിടെ ദീർഘമായി ശ്വസിച്ചുകൊണ്ടിരിക്കുക. സ്പൈനൽ ട്വിസ്റ്റ് എല്ലാം സ്ട്രെസ് റിലീഫിനും ഡീടോക്സിഫിക്കേഷനും സഹായിക്കുന്നു. ശീതളാസൻ ഒരു കൂളിംഗ് ഡൗൺ റിലാക്സിങ് പോസ്ചറാണ്. അതിനായി ഇതിനെ നമ്മൾ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർട്ടൂണുകളിലായാലും നമ്മുടെ CID മൂവികളിലെ ഡമ്മി വീഴുന്ന രീതി ആയാലും എങ്ങനെയാണോ അതേ പോസിലാണ് ശീതളാസൻ. കാണിച്ചു തരാം. സോ ആദ്യമായി നമ്മൾ കമിഴ്ന്ന് കിടക്കണം. അത് കഴിഞ്ഞ് വലത് വശത്തേക്കാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലത് വശത്തേക്ക് തല ചരിച്ചു വയ്ക്കുക. വലത് കൈ മുഖത്തിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുക. ഇടത്ത് കൈ ശവാസനം പോലെ ബോഡിയുടെ സൈഡിൽ തന്നെ വയ്ക്കുക. വലതേ കാൽ വലത് കൈനെ പോലെ തന്നെ മുട്ടുമടക്കി മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കിടന്ന് വിശ്രമിക്കുക. ഇടത്ത് ചെവിയും 2 തോളും മാറ്റിലായിരിക്കണം. അതേപോലെ മുട്ടും എൽബോവും ഷോൾഡറിൻ്റെയും ഹിപ്പിൻ്റെയും ലെവലിലായിരിക്കണം. അപ്പുറത്തെ വശം കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇതും കഴിഞ്ഞ് സർവാംഗാസൻ. നിങ്ങളൊരു അഡ്വാൻസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവലിലാണ് നിങ്ങളുടെ പ്രാക്ടീസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവാംഗാസൻ ചെയ്യാം. അത് ഷോൾഡർ സ്റ്റാൻഡ്. അതിനായി ആദ്യം കിടക്കണം. ഷോൾഡറിൻ്റെ മുകളിലായിരിക്കും നമ്മളുടെ കംപ്ലീറ്റ് വെയിറ്റ് വരാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തന്നെ തനിച്ച് ചെയ്യാതിരിക്കുക. ഒരു യോഗ ടീച്ചറിൻ്റെ സഹായം തേടുക. കാലുകൾ ആദ്യം പൊക്കി കൈകളിലേക്ക് വെയിറ്റ് കൊടുത്തുകൊണ്ട് അരേനെ കൈകളിൽ സപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം അപ്പർ ബോഡി മുഴുവനും ഒരേ ലൈനിൽ ഷോൾഡേഴ്സിൻ്റെ മുകളിലേക്കായി അലൈൻ ചെയ്ത് വയ്ക്കുക. അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. പിന്നെ അവസാനമായി ശവാസൻ. കാലുകൾ അരേനെക്കാട്ടിലും കുറച്ചധികം മോസ്റ്റ്ലി യോഗ മാറ്റിൻ്റെ അതേ വിഡ്ത്തിൽ കാലുകളിനെ അകത്തി വയ്ക്കുക. ഫീറ്റ് നൈസ് ആൻഡ് വൈഡ് അപ്പാർട്ട്. ഫീറ്റ് ഫോളിങ് ടു അവേ ഫ്രം ഈച്ച് അതർ. കാല് നല്ലോണം റിലാക്സ്ഡ് ആയിട്ട് ലൂസ് ആക്കിയിട്ട്, അതേപോലെ കൈയും ബോഡീൻ്റെ കുറച്ചടുത്തേക്ക് തന്നെ, എന്നാൽ ഒരുപാടാവരുത്. റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് എല്ലാ ഫിംഗേഴ്സിനെയൊക്കെ ലൂസ് ചെയ്യാം. ശവാസനത്തിൽ നമ്മളൊരു ഫീറ്റ് ടു ഹെഡ് ബോഡി സ്കാനാണ് ചെയ്യുന്നത്.
മെൻ്റലി ബോഡി സ്കാൻ ചെയ്ത് ഓരോ മസിൽസിനെയും ലൂസൺ ചെയ്ത് റിലാക്സ് ചെയ്ത് വേണം ശവാസനം ചെയ്യാൻ. ശേഷം ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അല്ലെങ്കിൽ ടമ്മി ബ്രീത്തിങ് എന്നുള്ള ബ്രീത്തിങ് വളരെ ഈസിയുമാണ് ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാൻ പ്രാക്ടീസ് വേണ്ട ഒരു സാധനം കൂടിയാണ്. സോ അതിനുവേണ്ടി കാലുകൾ മടക്കി അരയുടെ അടുത്തേക്ക് കൊണ്ടുവരാം. പക്ഷെ ഒരുപാട് ചേർക്കണ്ട. ഓൺലി റീസൺ വന്നിട്ട് ഈ ലോവർ ബാക്കിൻ്റെ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് അത് നമുക്ക് ക്ലോസ് ചെയ്യണം. അതിനായിട്ട് കാലുകളെ അടുത്ത് കൊണ്ടുവരാം. മുട്ട് നല്ലോണം അടുപ്പിച്ച് ടച്ച് ചെയ്ത് വയ്ക്കുക. യുവർ ഫീറ്റ് ആർ അപ്പാർട്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു കൈ വെച്ചിട്ട് ജെന്റ്ലി ടമ്മീൻ്റെ മുകളിൽ വയ്ക്കുക. ഇപ്പുറത്തെ കൈയും ആവാം. മറ്റേ കൈ ശവാസനത്തിൽ തന്നെ ഇരിക്കട്ടെ. ഇനി അതിനുശേഷം വി ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ഓൺലി ഓഫ് ആ ടമ്മി മസിൽസ്. ചെസ്റ്റിലേക്ക് അധികം ശ്വാസം നെഞ്ചത്തേക്ക് കൊണ്ടുവരാതെ ടമ്മിയിലേക്ക് തന്നെ ശ്വാസത്തിനെ നമ്മൾ മെൻ്റലി അവയർനെസ്സോടുകൂടെ മാത്രം കൊണ്ടുവരും. So it goes like that. Breathing into tummy. 1, 2, 3. Breathing out of tummy. 1, 2, 3. അപ്പോൾ ശരിക്കും ടമ്മി ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ശ്വാസം ഒരു ബലൂണിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ബലൂൺ വികസിക്കുന്നു. അതേപോലെ നിങ്ങളിപ്പോൾ ടമ്മി ബ്രീത്തിങ് ട്രൈ ചെയ്ത് നോക്കൂ. അഥവാ നിങ്ങളുടെ ടമ്മി വികസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായിട്ടാണ് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ ചെസ്റ്റാണ് വികസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഷാലോ ബ്രീത്തിങ് ശീലിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. സോ പ്രാക്ടീസ് ചെയ്ത് ടമ്മി ബ്രീത്തിങ് ഇതേപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്ക് തന്നെ തനിച്ച് കിട്ടും ടമ്മി ബ്രീത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടമ്മി ബ്രീത്തിങ് നമ്മളുടെ റെസ്റ്റ് ഡൈജസ്റ്റ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് കാംനെസ്, സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും കാമായി ഇരിക്കാനുള്ള ശക്തി തരുന്നു. നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ ടമ്മി ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മളുടെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ആക്ഷനാണ് നമ്മളുടെ ആക്ടിവേറ്റ് ചെയ്യുക. റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. അതായത് നമുക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും കാമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഓം ചാൻറ്റിങ്ങും കൂടെ ചെയ്യാവുന്നതാണ് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട്. ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു 11 times എങ്കിലും ഓം ചാൻറ്റിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഗുണം ചെയ്യും. ഇതേപോലെ നട്ടിൽ സ്ട്രേറ്റ് ആക്കി ഏത് പോസിലിരുന്നിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാം. Take a nice deep full breath in. ഓമിലെ മാ സൗണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ദീർഘമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ കാമിങ് ആയിരിക്കും. അതേപോലെ ഓം ചാൻറ്റിങ് ചെയ്യുമ്പം ഒരുപാട് സ്പീഡിൽ ചാൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇടയിൽ വരുന്ന ആ സൈലൻസ് ഇല്ലേ, അത് നന്നായി എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം. ഇതുപോലെ സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ? യോഗ ഇൻസ്ട്രക്ടർ ആവൂ. നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് മാനസിക സമ്മർദ്ദത്തിൽ നിന്നും ആശ്വാസം പകരൂ. ഇന്ന് തന്നെ എൻട്രി ആപ്പിൽ യോഗ TTCക്ക് ചേരൂ.